ഹലോ ഫ്രണ്ട്സ്, യു കെയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് യു കെയിൽ ഫാമിലിയായിട്ട് എത്തുക, അവിടെ എത്തി രണ്ടുപേരും ജോലി ചെയ്യുക, മക്കളെ ഏതെങ്കിലുമൊക്കെ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു NHSൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിനെ സംബന്ധിച്ചോളം, കാരണം ഏറ്റവും കൂടുതൽ നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ യു കെയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു NHS ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ സ്റ്റാഫ് നേഴ്സായിട്ട്, അല്ലെങ്കിൽ അടുത്തിടെ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സീനിയർ കെയർ വിസകളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ ഒരു എൻജിനീയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ടീച്ചേഴ്സിൻ്റെയോ ഒക്കെ പറയുമ്പോൾ അവരിൽ നിന്നൊക്കെ വളരെ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറുകളിലേക്ക് വന്നിട്ടുള്ളത്. യു കെയിലേക്ക് എത്തിയിട്ടുള്ള ഈ മലയാളികളിൽ നല്ലൊരു ശതമാനം ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്തതിന് ശേഷമാണ് യു കെയിലേക്ക് കുടിയേറി പാർത്തത്. യു കെയിൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു മൂന്നാം കുടിയേറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ ഒരു കുടിയേറ്റം, ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും കുടിയേറ്റം ഏകദേശം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ യു കെയിലേക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഒരു യു കെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം യു കെയിൽ എത്തിയതിന് ശേഷം അവർക്ക് ഭയങ്കര സ്വപ്നങ്ങളാണ്. ആ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ സ്വപ്നങ്ങൾ അവർ നെയ്തു കൂട്ടും. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഒരു നേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ യു കെയിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം അവരുടെ അടുത്തുള്ള ആൾക്കാർ യു കെയിൽ പോയതിനു ശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അവർ നാട്ടിൽ 2 നില വീട് വെച്ചു, യു കെയിൽ പോയിട്ട് അവർ വലിയ വീട് വെച്ചു, നല്ല നല്ല കാറുകൾ വാങ്ങി. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് അവർ യു കെ ചൂസ് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ യു കെയിലേക്ക് എത്തുന്ന ഒരു നേഴ്സിംഗ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് നേഴ്സായിരിക്കും, ഹസ്ബൻഡ് ബാക്കി എന്തെങ്കിലുമൊക്കെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ യു കെയിലേക്ക് എത്തിക്കഴിയുമ്പോൾ NHSൽ നേഴ്സിന് ജോലി കിട്ടി, ഹസ്ബൻഡ് എവിടെയെങ്കിലും ഒരു ഡിപെൻഡൻറ്റ് വിസയിൽ വന്നതാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കണ്ടുപിടിച്ച് കുട്ടികൾ നല്ലൊരു സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടി, അങ്ങനെ സ്മൂത്തായിട്ടായിരിക്കും ഇവരുടെ ആ ഒരു ടേക്ക് ഓഫ് തുടങ്ങുന്നത്. യു കെയിലെത്തിയ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആദ്യം പൊട്ടിമുളയ്ക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു 6 മാസം 1 വർഷമൊക്കെ ജോലി കഴിയുമ്പോഴേക്കും അവർ വിചാരിക്കുകയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പഴയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അത്രയൊന്നും ഇംഗ്ലീഷൊന്നും അവർക്ക് വശമില്ലെങ്കിലും, നമ്മുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും അവരിൽ കൂടുതൽ ആൾക്കാരും ബാൻഡ് 6 ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അണ്ടറിൽ വന്നുകൊണ്ടാണ് നമ്മൾ ബാൻഡ് 5 ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരെക്കാട്ടിൽ നല്ലതുപോലെ ഇംഗ്ലീഷ് പറയാവുന്ന എനിക്ക് എന്തുകൊണ്ടൊരു ബാൻഡ് 6 ജോലി കിട്ടുന്നില്ല? കടുത്ത ഒരു നിരാശയിലേക്ക് അവർ പോകും. എങ്ങനെയെങ്കിലും ആ ഒരു ബാൻഡ് 6 ജോലി കണ്ടുപിടിച്ച് ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവിടെ ഒരു മാക്സിമം ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും അവർ ഒപ്പിക്കും. അങ്ങനെ അവരുടെ ആദ്യത്തെ ആഗ്രഹം അവിടെ പോവുകയും അപ്പോഴേക്കും അവർ 1 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ജോലിയായി, നല്ല രീതിയിലേക്ക് ഒന്ന് സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് വാങ്ങുക എന്നുള്ളതാണ്. നമ്മൾ യു കെയിലേക്ക് എത്തുന്ന എല്ലാ മലയാളികളുടെയും ബേസിക് ആയിട്ടുള്ള ആഗ്രഹമാണ് ഒരു വീട് വാങ്ങുക എന്നുള്ളത്. അതൊരു അത്യാഗ്രഹമോ അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹമോ അല്ലെങ്കിൽ യു കെയിൽ എത്തിയിട്ടുള്ള ഒരു മലയാളിക്ക് സാധിക്കാത്ത ഒരു കാര്യമോ അല്ല. കാരണം ഇവിടുത്തെ ബാങ്കുകളിൽ നമ്മളൊരു 10% കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു മോർഗേജ്, ആർക്കും എന്നല്ല, ഇപ്പോൾ നമ്മൾ ഒരു NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഡിപെൻഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആർക്കും ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മോർഗേജ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ അവർ 1 വർഷം ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഒരു വീട് അവർ കണ്ടുപിടിക്കും. അവിടെ ഉടലെടുക്കുന്ന ഏറ്റവും പ്രധാന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മലയാളികൾ അവർ എങ്ങനെയുള്ള വീടുകളാണ് മേടിച്ചത്. പല മലയാളികളും ചിലപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും, അവർ ചിലപ്പോൾ 2-3 ബെഡ്റൂം സെമി ഡിറ്റാച്ച്ഡ് ആയിരിക്കും മേടിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ ഇവരും ആ ഒരു രീതിയിലേക്ക് മാറും. ഒന്നുകിൽ ഒരു 3 ബെഡ്റൂം സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് വാങ്ങുക, അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യും. മറ്റു പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ചിലപ്പോൾ 3 ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഹൗസാണ് വാങ്ങിയെങ്കിൽ നമ്മൾ അതിൽ കുറഞ്ഞ ഒരു പരിപാടിയിലേക്ക് നമ്മൾ പോകത്തില്ല. നമ്മളും അവർ 3 ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഹൗസെങ്കിലും മേടിക്കും. നമ്മൾ ഈ പറയുന്ന ലണ്ടനോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ ഇതൊക്കെ മാറ്റി, അതായത് എക്സ്പെൻസീവ് സ്ഥലങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ശരാശരി വിലയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 3-3 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്കൊരു 3 ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഹൗസ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീടായിരിക്കും അവർ ആദ്യമായിട്ട്, കാരണം അയലക്കാർ വാങ്ങിയിരിക്കുന്ന മറ്റു മലയാളികൾ വാങ്ങിയിരിക്കുന്നത് അവർ 3 ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ 3 ബെഡ്റൂമിൽ കുറഞ്ഞൊരു വീട് വാങ്ങും? എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റുള്ള മലയാളികൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന പൈസ എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, നമ്മളുടെ ഫാമിലി ബേസ് എന്താണ്, ഒന്നും തീരുമാനിക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെയാണ് യു കെയിലേക്ക് എത്തിക്കഴിയുമ്പോൾ
അവർ അവരുടെ ജീവിതം ഇവിടെ തുടങ്ങുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ രണ്ടുപേർക്കും ജോലിയൊക്കെ കിട്ടിയത് കൊണ്ട് വീടൊക്കെ ഓക്കെ ആയി, മോർഗേജൊക്കെ കിട്ടി, നമ്മളൊരു വീട് വാങ്ങി അവിടേക്ക് നമ്മൾ മാറും. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറുമുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഒരു 3 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഹൗസുകൾ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അവിടെയാണ് നമുക്ക് അടി തെറ്റുന്നത്. കാരണം അവർ താമസിക്കുന്ന 4 ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഹൗസ്, ഡബിൾ ഗാരേജ്, പിന്നെ ഫ്രണ്ട് ഗാർഡന്, ബാക്ക് ഗാർഡന് എല്ലാം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു വീട് വാങ്ങുമ്പം അതിൽ കുറച്ച് നമ്മൾ എങ്ങനെ വാങ്ങും? നമ്മളും പോയിട്ട് ഒരു 4 ബെഡ്റൂം വീടിന് നമ്മൾ ഓഫർ കൊടുക്കും. ആ ഒരു വീട് നമുക്ക് കിട്ടും. നമുക്ക് ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ലക്ഷം 4.5 ലക്ഷം പൗണ്ടിൻ്റെ വീടായിരിക്കും നമ്മൾ വാങ്ങുന്നത്. നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 4-4.5 ലക്ഷം പൗണ്ടിൻ്റെ വീട് വാങ്ങുമ്പോൾ നമ്മൾ മിനിമം ഒരു 10% എങ്കിലും കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വെച്ചിരിക്കുന്ന നമ്മളുടെ സ്വർണം അല്ലെങ്കിൽ നമ്മളുടെ വീട് പണയത്തിൽ വെക്കും. ഇതിൽ രണ്ടിൽ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ബാങ്ക് ലോണുകൾ നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന നാട്ടിൽ നിന്ന് നമ്മൾ സംഘടിപ്പിക്കും. ഒന്നുകിൽ ഇവിടെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് നമ്മൾ പൗണ്ട് വാങ്ങും, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും 20% അല്ലെങ്കിൽ 30% ടാക്സ് കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ നാട്ടിൽ നിന്ന് ആ പണം ഇവിടെ കൊണ്ടുവരും. നമ്മൾ നമ്മുടെ നെയ്ബേഴ്സ് 4 ബെഡ്റൂം ആണ് മേടിച്ചെങ്കിൽ നമ്മളും ആ 4 ബെഡ്റൂം തന്നെ വാങ്ങും. നമ്മളിപ്പോൾ ഒരു 3 ബെഡ്റൂം ഹൗസ് ആയാലും 4 ബെഡ്റൂം ഹൗസ് ആയാലും വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ വീട്ടിൽ വലിയൊരു ചിലവ് വരും എന്നുള്ളത് എല്ലാവർക്കും. വീട് വാങ്ങിക്കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കാരണം ഈ ഒരു വീട് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള ഫർണിച്ചർ വേണം. നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും നമ്മൾ ഇട്ടിട്ടാണ് ഒരു 10% നമ്മൾ ഈ വീടിന് വേണ്ടി അടച്ചിരിക്കുന്നത്. അപ്പോൾ വീടൊക്കെ കിട്ടി താക്കോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലൊരു ഫർണിച്ചറും ഇല്ല. അപ്പോൾ നമ്മുടെ അടുത്ത ചിന്ത എന്താവും? നമ്മുടെ സ്വന്തം ബാങ്ക് HSBCയോ അല്ലെങ്കിൽ ബാർക്ലേസോ അല്ലെങ്കിൽ നാറ്റ്വെസ്റ്റോ ഉണ്ട്, അവിടെ പോയിട്ട് ഒരു 10,000 പൗണ്ട് കൂടി ലോൺ എടുക്കും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന ഫർണിച്ചറുകളൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ പതുക്കെ നമ്മുടെ UK ജീവിതം സ്വന്തം വീട്ടിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഈ കിച്ചണിൽ കിടന്ന് നരയിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. നാട്ടിൽ ഇതൊക്കെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിച്ചണൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് KFCയിൽ നിന്നോ അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള യൂബർ ഈറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങാം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് KFC അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ആ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് വന്നിട്ട് വൈകിട്ട് ഈ ഒരു KFCയോ അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സോ നമ്മൾ വാങ്ങി കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ജീവിതം വലിയ കുഴപ്പമില്ലാതൊക്കെ വരുന്ന സമയത്താണ് ആദ്യത്തെ നമ്മളുടെ അടവുകൾ തുടങ്ങാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളൊരു 3 ലക്ഷം പൗണ്ടിൻ്റെ വീടെങ്കിലാണ് വാങ്ങിയതെങ്കിൽ പോലും നമുക്കൊരു 1000-1500 രൂപയോളം തിരിച്ചടവ് വരും. വീടിൻ്റെ ലോണ് മാത്രമല്ല, നമ്മളൊരു 10,000 പൗണ്ട് HSBC പോയിട്ട് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോണും ഇതെല്ലാം കൂടെ വരും. അപ്പോൾ ഈ ആദ്യത്തെ അടവുകളൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വട്ടുപിടിക്കാനായിട്ട് തുടങ്ങും. കാരണം 2 പേരുടെ ജോലി, ഒരു നേഴ്സായിട്ടുള്ള ഒരാൾക്കെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4 ഡ്യൂട്ടിയാണ്. ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമാണ്. കാരണം കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൽ കൂടുതലൊന്നും മാക്സിമം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരാൾ ജോലിയായിരിക്കും, ഒരാൾ വീട്ടിലായിരിക്കും. അപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലെ ജോലി മറ്റൊരാൾ അങ്ങനെ ഭ്രാന്ത് പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഈ തിരിച്ചടവുകൾ വരുന്നത്. ഒരു 1500-2000 പൗണ്ടോളം നമുക്ക് തിരിച്ചടവ്. മാത്രമല്ല വലിയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250-300 പൗണ്ടോളം വരും. അപ്പോൾ ഇതെല്ലാം കൂടി തിരിച്ചടവ് വരുമ്പോഴത്തേക്കും നമ്മളൊരു ചക്രശ്വാസം വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ തൊട്ട അയൽവക്കത്തുള്ള ഒരാൾ പോയിട്ടൊരു ടെസ്ല കാർ വാങ്ങുന്നത്. അവൻ 3 ബെഡ്റൂം വീടാണെന്നുണ്ടെങ്കിൽ അവനൊരു ടെസ്ല കാർ പുതിയത് വാങ്ങി. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ മേടിച്ച ഒരു ഓൾട്ടോ കാറാണ്. അതുകൊണ്ട് അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളൊക്കെ കിടക്കും. പക്ഷേങ്കിൽ അടുത്തുള്ള ഒരാൾ നോക്കുമ്പോൾ എല്ലാവരുടെയും നല്ല ബ്രാൻഡഡ് കാറുകളാണ്. ഒന്നുകിൽ BMW അല്ലെങ്കിൽ റേഞ്ച് റോവർ അല്ലെങ്കിൽ ടെസ്ല അല്ലെങ്കിൽ ഇതേപോലുള്ള ഹൈ ക്ലാസ് കാറുകളാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒന്നുകിൽ നമ്മുടെ അളിയൻ ഓസ്ട്രേലിയയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന് അമേരിക്കയിലുണ്ട്, അല്ലെങ്കിൽ ഗൾഫിലുണ്ട്. ഇവരോട് കുറച്ച് പൈസ നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും UK എത്തുകയാണ്. UK എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ UK വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു നല്ല വണ്ടിയൊക്കെ മേടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട്
മുന്നോട്ട് പോകാം. ഏതായാലും വീടൊക്കെ മേടിച്ചല്ലെന്ന് വെച്ചാൽ നമ്മളും പോയിട്ട് കുറച്ച് കടമൊക്കെ പരമാവധി നമുക്ക് കിട്ടുന്ന കാശൊക്കെ നമ്മൾ സമ്പാദിച്ചുകൊണ്ട് നമ്മളും പോയിട്ട് ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ പോലും ഒരു സെക്കൻഡ് ഹാൻഡ് ടെസ്ലയോ ഒരു BMW നമ്മൾ വാങ്ങും. അപ്പോൾ അവിടെയും ചെല്ലുമ്പോൾ ഒരു 20-25,000 പൗണ്ട് അതിന് വേണ്ടി ചിലവാകും. അതും ബാങ്ക് ലോണാണ്. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ബാക്കിയെല്ലാം ബാങ്ക് ലോണാണ്. കാറിൻ്റെ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു 8-9% ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. നമുക്കറിയാം ഈ തിരിച്ചടവൊക്കെ വന്നു കഴിയുമ്പോഴും 4 ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നവർ 5 ഡ്യൂട്ടിയായിട്ട് മാറ്റും. ഈ ഒരു 5 ഡ്യൂട്ടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവേഴ്സാണ്. അത്രയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ NHSലൊക്കെ ജോലി ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചോളം 3 അല്ലെങ്കിൽ 4 ഡ്യൂട്ടി കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ രാവും പകലും ഇങ്ങനെ കിടന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കഴുതയെ പോലെ പട്ടിയെ പോലെ നമ്മൾ പണി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. കാരണം നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നില്ല, കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകുന്നു, ഭാര്യ ജോലിക്ക് പോകുന്നു, ഭാര്യ അത് കഴിയുമ്പോൾ ഭർത്താവ് പോകുന്നു, ഇതിപ്പോൾ എവിടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെ വന്നാലും നമ്മളുടെ ജീവിതം 2 അറ്റം കൂടി കൂട്ടിമുട്ടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചില ക്ലാഷുകൾ ഉണ്ടാവും. അപ്പോഴാണ് അവർ ഈ UK വന്നിട്ടുള്ള ആ ഒരു സമയത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നത്. കാരണം വന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബെഡ്റൂം ഹൗസിൽ 700-750 പൗണ്ട് മാത്രമായിരുന്നു റെൻറ്റ് കൊടുത്തിരുന്നത്. ഒരു 100 അല്ലെങ്കിൽ 120 പൗണ്ട് മാത്രമായിരുന്നു അവിടെ കൗൺസിൽ ടാക്സ് വന്നിരുന്നത്. അപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനീ മണ്ടത്തരം കാണിച്ചു, ഞാൻ ഈ ഒരു 3 ലക്ഷം പൗണ്ടിൻ്റെ വീട് മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ ഒരു 750 പൗണ്ട് കൊടുത്ത് 120 പൗണ്ട് കൗൺസിൽ ടാക്സും കൊടുത്ത് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ ഈ ആർഭാടം കാണിക്കാൻ പോയതല്ലേ ഞാൻ ചെയ്ത തെറ്റ്. എന്തിനാണ് നമ്മൾ വെളിയിൽ നിന്നും ഈ ഒരു ഭക്ഷണം വാങ്ങി, ഒന്നാമത് നമുക്കറിയാം KFC അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ വിപരീതമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നമ്മൾ വീട് വാങ്ങിച്ച് വലിയ കടം മേടിച്ച് നമ്മളുടെ തലയിൽ മൂടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധി തെളിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുക ഈ അയലോക്കത്തുള്ളവൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്. അവൻ നോക്കുമ്പോൾ അവന് 4 ബെഡ്റൂം വീടുണ്ട്, അവൻ്റെ മുറ്റത്ത് ടെസ്ല കിടക്കുന്നു, അപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വേറെ വണ്ടി മേടിക്കുന്നു. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഉടനെ പൊട്ടും അടുത്ത ലഡു, എൻ്റെ ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെങ്കിലും നമ്മൾ മോശമല്ലേ ഒരു വണ്ടി മേടിക്കാതിരിക്കുന്നത്. അങ്ങനെ വണ്ടി മേടിച്ച് ഷോ ഓഫ് കാണിക്കാനായിട്ട് അവരുടെ ഫ്രണ്ട് ഗാർഡൻ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുള്ള ധാരാളം കേസുകൾ നമുക്കറിയാം. അതായത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം അവരെപ്പോഴും നോക്കുന്നത് നമ്മുടെ അയൽവക്കക്കാർ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ളവർ എങ്ങനെ താമസിക്കുന്നു, അവരെ കാട്ടിൽ ആർഭാടമായിട്ട് താമസിക്കുക എന്നുള്ളതാണ് ഇവിടെ നല്ല നമ്മുടെ ലോക മലയാളികളുടെ ഇടയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ UK 2025-26 കാലഘട്ടത്തിലെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ UK ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം എല്ലാത്തിനും വില കൂടിയ ഒരു സമയം കൂടിയാണ്. പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വന്ന സമയത്ത് വീടിന് വലിയ വിലക്കുറവായിരുന്നു. കാരണം അന്നൊരു 150 അല്ലെങ്കിൽ 170, 150 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം ഹൗസ് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ നിങ്ങൾ ആ സമയത്ത് അത് മേടിച്ചു. ഞങ്ങളിപ്പോൾ മേടിക്കുമ്പോഴെന്ന് വെച്ചാൽ ആ ഒരു സെയിം വീടിന് 3 ലക്ഷം 3.25 ലക്ഷം പൗണ്ടാണ്. പക്ഷെങ്കിൽ ഇവരത് പറയുന്നില്ല. അന്ന് മേടിച്ച അവർ 170-180 മേടിച്ചപ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ മിനിമം 6 പൗണ്ടായിരുന്നു പെർ അവറിന്. അപ്പം അന്ന് വാങ്ങിയവനെ സംബന്ധിച്ചോളം അവൻ 6 പൗണ്ട് മണിക്കൂറിന് കിട്ടിയിട്ടാണ് അവന് 180 ഒരു വീട് മേടിച്ചെങ്കിൽ ഇന്ന് വാങ്ങുന്നവൻ അവന് 12.71 പെർ അവറിന് കിട്ടുന്നവനാണ് 3 അല്ലെങ്കിൽ 3 ലക്ഷം പൗണ്ടിൻ്റെ വീട് ഇവിടെ വാങ്ങുന്നത്. അതൊന്നുമല്ല ഇതിൻ്റെ ഒരു ബേസിക് ആണെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പണ്ട് ഉള്ളവർ പറഞ്ഞ പോലൊക്കെ തന്നെ ആദ്യം നമ്മളൊന്ന് നിവർന്ന് നിൽക്കാനായിട്ട് പഠിക്കുക. പിന്നെ ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും ആ രാജ്യത്തെ ജീവിത രീതികളും നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഇൻകം അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ എത്രമാത്രം നമ്മളെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പല ആൾക്കാർക്ക് നമ്മളിപ്പോഴും നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തതാണ് നമ്മുടെ പേരൻസൊക്കെ കഴിയുന്നത്. അപ്പം നമുക്കൊരു നിശ്ചിത തുക അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു പൈസ പോലും എടുക്കാനായിട്ട്, കാരണം അത്രയ്ക്ക് പാവം അല്ലെങ്കിൽ പൂവറായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഒരു എബവ് ആവറേജ് ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്കിപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നൊരു 10 ലക്ഷം രൂപയൊക്കെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ് ധാരാളമുള്ളത്. അപ്പോൾ അവരാണ് നാട്ടിൽ നിന്ന് എത്രമാത്രം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അത്രയും പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേപോലക്ക് ആവശ്യമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിപ്പോൾ നമുക്കൊരു 2 ബെഡ്റൂം, ഇപ്പോൾ 2 പേര് ഒരു കുട്ടിയെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് 2
ബെഡ്റൂം മതി. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ പോലും 3 ബെഡ്റൂം 4 ബെഡ്റൂം ഹൗസുകളാണ് ഇവിടെ വന്ന് വാങ്ങുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ആർഭാടം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരെന്ത് കാണിക്കുന്നുള്ളത് നമ്മളെ ജീവിതത്തിലേക്ക് അത് ആവാഹിച്ചെടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതിൻ്റെ അനന്തരഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം ഈ ഒരു 3 ഡ്യൂട്ടി ചെയ്യുന്നത് 4 5 ഡ്യൂട്ടി ചെയ്ത് കഴിയുമ്പോൾ ഹൈ പ്രഷറിലേക്ക് പോകും. പിന്നെയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ കാണുന്നിടത്തും എല്ലാം കുറ്റങ്ങളും തെറ്റുകളും കുറവുകളുമാണ്. അങ്ങനെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 പെഗ്ഗൊക്കെ അടിക്കുന്നൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ അത് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ 2ലേക്കും 3ലേക്കും 4ലേക്കും വരും. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാതെ വരും. ജോലി പെർമനൻ്റായിട്ട് ചെയ്യുന്ന ഒരു നേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പം കുട്ടികളെ കുളിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കുക്കിംഗ് ഒന്നും നടന്നിട്ടില്ല, കിച്ചണിലൊക്കെ പാത്രങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറും. അങ്ങനെയാണ് പല കുടുംബങ്ങളിലും ഇപ്പോൾ വലിയ വിഷയങ്ങൾ കൂടി ഇപ്പോഴും കടന്നു പോകുന്നത്. പലയിടത്തും നമ്മൾ കേൾക്കുന്നതാണ് UK വന്നിട്ടുള്ള വീടുകളിൽ ഇതേപോലെയുള്ള ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലെ തന്നെ ഡിവോഴ്സുകൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടി, ഇങ്ങനെയുള്ള വലിയ കുടുംബ കലഹങ്ങളിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ നമ്മൾ UK നല്ല രീതിയിൽ ലോകത്തിൻ്റെ ഏതൊരു രാജ്യത്തേക്ക് നമ്മൾ പോയാലും നമ്മൾ മലയാളിയാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെ ജീവിച്ചോ അതേ രീതിയിൽ അവിടെയും പോയി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മളിനിയിപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മളൊന്ന് നിൽക്കാൻ പഠിക്കുക. ഒന്ന് സ്റ്റഡിയായിട്ട് നിന്നതിന് ശേഷം നിങ്ങൾ ഓടാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഇവിടെ വന്നതിന് ശേഷം 6 മാസം 1 വർഷത്തിന് ഉള്ളിൽ തന്നെ ഇതേപോലെയുള്ള ആർഭാടമായുള്ള വലിയ വലിയ വീടുകളും ബ്രാൻഡഡ് കാറുകളും അതേപോലെയൊക്കെ തന്നെ KFCയും മക്ഡൊണാൾഡ്സും അതേപോലെയൊക്കെ തന്നെ എല്ലാ മാസത്തിലും ഒരിക്കൽ ഒരു ഹോളിഡേ ട്രിപ്പുകളും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ എത്ര ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ കടത്തിൻ്റെ മുകളിൽ വന്ന് വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കിപ്പോൾ NHSലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാക്സിമം കിട്ടുന്നത് 2500 പൗണ്ടാണ്. ഇപ്പോൾ ഒരു ഡിപെൻഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ഒരാൾ ഒരു 10,000-2000 പൗണ്ടാക്കി ഒരു 4,500 പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 4,500 പൗണ്ടിനുള്ളിൽ ഈ കാര്യങ്ങൾ മുഴുവനും ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ UK നല്ല ഇനിയിപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങും, അതിൻ്റെ പേര് നമ്മൾ ഓടാൻ തുടങ്ങും. അപ്പോൾ അതങ്ങനെയാണ് ഈ വിഷയങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു മോർഗേജ് എല്ലാ മാസവും തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്ത് പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ബൈ ചാൻസിൽ ആരുടെയെങ്കിലുമൊക്കെ ജോലി ഇതിനോടൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും അവർ പോകുന്നത്. കാരണം നമ്മുടെ വീട് അവർ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകും. നമ്മുടെ വണ്ടിയാണെന്നുണ്ടെങ്കിലും അവർ കൊണ്ടുപോകും, നമുക്കൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്. പക്ഷെ അങ്ങനെയൊന്നും വരാതെ ഇരിക്കട്ടെ. അങ്ങനെ വരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരു പഠനം നടത്തിയതിന് ശേഷം ഇതേപോലെയുള്ള ഒരു വലിയ വലിയ വീടോ അല്ലെങ്കിൽ ബ്രാൻഡഡ് കാറുകളോ അല്ലെങ്കിൽ ഹോളിഡേ ട്രിപ്പുകളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ മുതിരാവും. അതിനെന്തായാലും ഒരു 4 to 5 years ഒക്കെ എടുക്കും. അപ്പോൾ ഈ 5 years വരെ നിങ്ങൾ വീട് വാങ്ങാൻ കാത്തിരിക്കണമെന്നല്ല ഞാൻ പറയാം. നിങ്ങളൊരു ചെറിയ വീടൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച് യോജിക്കുന്ന ഒരു വീടൊക്കെ മേടിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. PR കിട്ടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു സ്റ്റേബിളാവും. ആ ഒരു സമയത്ത് നല്ലൊരു വീടൊക്കെ മേടിച്ച് അല്ലെങ്കിൽ നല്ലൊരു കാറൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങളിത് വലിയ രീതിയിൽ ബാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ UK നമ്മളുടെ മലയാളി കുടുംബങ്ങളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനിത് നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാനത് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഞാൻ ഈ വന്നിട്ടുള്ളതിൽ ഒരു 20-25% ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ വെയിൽസിൽ താമസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവർക്ക് വീടിന് ഇത്ര വിലയുണ്ടാവത്തില്ല. പക്ഷേ ലണ്ടനിൽ താമസിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വലിയ വിലയാണ് അവിടെ വീടുകൾക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.